വ്യാവസായിക അടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി നടത്തുന്ന 1500 കുടുംബങ്ങളുള്ള ഗ്രാമമാണ് വട്ടവട. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളിൽ ഭൂരിഭാഗവും തമിഴ്നാട് വഴിയാണ് മലയാളികൾക്ക് ലഭിക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ നിന്ന് 43 കിലോമീറ്റർ അകലെ തമിഴ്നാട് അതിർത്തിയിലാണ് ശീതകാല പച്ചക്കറികൾ വിളയുന്ന വട്ടവട ഗ്രാമം. നമ്മുടെ കാർഷിക ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചാൽ സർക്കാരിന്റെ ആസൂത്രണമില്ലായ്മ പെട്ടെന്ന് മനസ്സിലാകും. കൃഷി അറിയാവുന്ന, കൃഷി ഉപജീവനമാക്കിയ നല്ല കർഷകർ ഇപ്പോഴും ഗ്രാമങ്ങളിലുണ്ട്. എന്നാൽ ഇവർക്ക് കൃഷി വികസനത്തിന് ആവശ്യമായവ നൽകാൻ സർക്കാരിന്റെ കൈത്താങ്ങ് പലപ്പോഴും ലഭ്യമാകാറില്ല. കർഷകർ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ബന്ധപ്പെട്ട് ഉയർന്ന വിലയ്ക്ക് വിത്തുകൾ വാങ്ങുന്നു, വളങ്ങൾ ശേഖരിക്കുന്നു, സ്വന്തമായ രീതിയിൽ കൃഷി ഇറക്കുന്നു. നമ്മുടെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ യാതൊരു പിന്തുണയുമില്ലാതെ മികച്ച വിളവ് നേടാൻ ഗ്രാമീണ കർഷകർക്ക് സാധിക്കുന്നുണ്ട്. ചെറുപ്പകാലം മുതൽ ശീതകാല വിളകൾ കൃഷി ചെയ്തു വരുന്ന പാരമ്പര്യ കർഷകനാണ് വട്ടവട കോവിലൂർ സൂപ്പ വീട്ടിൽ ശാന്തപ്പൻ. ശീതകാല പച്ചക്കറി തന്നെ ഇവിടെ വട്ടവട പഞ്ചായത്തിലെ ശീതകാല പച്ചക്കറി എന്ന് വെച്ചാൽ 6 മാസത്തിലേക്ക് കൃഷി ചെയ്യുന്നതാണ്. ഈ ക്യാരറ്റ്, കാബേജ്, ഉരുള, പിന്നെ ഈ വെളുത്തുള്ളി, പിന്നെ ഈ സാധനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. ബീൻസ്. സ്വന്തമായി 1.5 ഏക്കർ കൃഷിയിടമുള്ള ശാന്തപ്പൻ ശീതകാല പച്ചക്കറികളാണ് കൃഷി ചെയ്തു വരുന്നത്. തണുപ്പും കോടയും ഇടയ്ക്ക് പെയ്യുന്ന ചാറ്റൽ മഴയും മറ്റു വിളകളുടെ കൃഷിക്ക് അനുയോജ്യമല്ല. ചിലവ് കുറച്ച് കൂടുതൽ ഉൽപാദനം ലഭിക്കുന്ന കൃഷി പരിചരണ രീതികളാണ് ഇദ്ദേഹം പിന്തുടരുന്നത്. കാർഷിക യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ നിരന്തര പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തുന്ന അറിവുകൾ കൃഷിയിടത്തിൽ പരാജയപ്പെടുമ്പോൾ ഇവരുടെ അറിവുകൾ വിജയം നേടുന്ന കാഴ്ചയാണ് ഇവിടെ കാണുവാൻ കഴിയുക. കൃഷിയുടെ കാര്യത്തിൽ വട്ടവട കർഷകർ കാണിക്കുന്ന ജാഗ്രതയും പ്രൊഫഷണലിസവും നമ്മുടെ കൃഷിവകുപ്പിന് കാണിക്കാൻ സാധിക്കുന്നില്ല. സർക്കാർ പരാജയപ്പെടുന്നിടത്ത് നിരന്തരമായ കൃഷിയിലൂടെ പുത്തൻ അറിവുകൾ നേടി കർഷകർ വിജയിക്കുകയാണ്. ഇത്തരത്തിൽ വിജയം കൈവരിക്കുന്ന പച്ചക്കറി കർഷകനാണ് കോവിലൂർ പൂജാരി വീട്ടിൽ ശിവകുമാർ. നമ്മള് പച്ചക്കറി കൃഷി വന്ന് എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, വെളുത്തുള്ളി, കാബേജ് എല്ലാം ഓരോ ടൈമും ഓരോ സീസണാണ്. 3 മാസത്തിൽ ഒരിക്കലാണ് ഒരു വിളവെടുപ്പ്. അപ്പോൾ ഓരോ സീസൺ ആകുമ്പോൾ ഓരോ കൃഷി മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വർഷത്തില് 4 കൃഷി ചെയ്യും. ഇനി അടുത്തിടാൻ പോകുന്നത് ഗ്രീൻ ബീൻസ് ആണ്, തണുപ്പ് ടൈമിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കി ജില്ലയിലെ വട്ടവട ഗ്രാമത്തിൽ കർഷകരും കൃഷിക്കാരുമാണുള്ളത്. അന്തിയുറങ്ങാനുള്ള ചെറു കുടിലുകൾ മാത്രമാണ് ഇവരുടെ സമ്പാദ്യം. മലമടക്കുകളിൽ താമസിക്കുന്ന ഇവർ 10 സെന്റ് മുതൽ 10 ഏക്കർ വരെ കൃഷി ചെയ്യുന്നവരാണ്. ഇവിടെ ശീതകാല പച്ചക്കറികളാണ് അധികമായി കൃഷി ചെയ്തു വരുന്നത്. 3 സീസണുകളിലാണ് ഇവിടുത്തെ കൃഷി. ഇതിന് സഹായിക്കുന്നത് ഇവിടുത്തെ കാലാവസ്ഥയാണ്. ശീതകാലത്ത് ശരാശരി താപനില 5 ഡിഗ്രി സെൽഷ്യസിനും 20 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. അപൂർവമായി 0-ലേക്കും അതിനു താഴേക്കും താഴുന്നു. ഉഷ്ണകാലത്ത് 12 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില. വർഷം മുഴുവൻ ശീതകാല പച്ചക്കറികൾ വിളയിക്കാൻ പറ്റിയ കാലാവസ്ഥയാണിവിടെ. വൻമലകൾ അതിരിടുന്ന കൃഷിയിടങ്ങളിൽ തട്ടുതട്ടായി തിരിച്ചാണ് ശാന്തപ്പൻ കൃഷി ഇറക്കുന്നത്. ചാണകവും ഫാക്ടംബോസുമാണ് പ്രധാന അടിസ്ഥാന വളം. ഒരു കൃഷി ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് ഈ കാബേജ് തന്നെ ചെയ്യുന്നുണ്ട്.
പിന്നീട് ആ കാബേജ് ചെയ്യുമ്പോൾ അത് ശരിക്കും വരികയില്ല. എന്താന്ന് വെച്ചാൽ ആ കൃഷിയുടെ ഈ ശക്തി മുഴുവനും അത് എടുക്കും. പിന്നീട് ആ കൃഷി ചെയ്യുമ്പോൾ അത് വരികയില്ല. പിന്നെ മാറ്റി ചെയ്യണം. ഒരു പ്രാവശ്യം ക്യാരറ്റ് ചെയ്യുവാണെങ്കിൽ പിന്നീട് കാബേജൊക്കെ ചെയ്യണം. മാറ്റി മാറ്റിയാണ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മണ്ണിന്റെ ശക്തി മുഴുവനും ഇല്ലാതെ പോകും. 5.5 ഏക്കറിൽ പച്ചക്കറി കൃഷി നടത്തുന്ന കോവിലൂർ ശാന്തപ്പന് ജീവിച്ചു പോകുവാനുള്ള വരുമാനം മാത്രമാണ് കൃഷിയിൽ നിന്ന് ലഭിക്കുന്നത്. യാത്രാ സൗകര്യമില്ലാത്തതിനാൽ വിളകൾക്ക് മികച്ച വില ലഭിക്കുന്നില്ല. ഇടനിലക്കാർ നൽകുന്ന ചെറിയ വില കൊണ്ട് തൃപ്തി നേടുകയാണ് ഇവർ. ശാന്തപ്പൻ പ്രധാനമായും 2 സീസൺ കൃഷിയാണ് നടത്തുന്നത്. ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ് തുടങ്ങി 10ൽ പരം ഇനങ്ങൾ കൃഷി ചെയ്തു വരുന്നു. ഓരോന്നിനും വളർച്ച നോക്കി വളം നൽകുന്ന രീതിയാണുള്ളത്. അതുകൊണ്ട് ചിലവ് നിയന്ത്രിക്കുവാൻ കഴിയും. ഒരു വിള നട്ട സ്ഥലത്ത് വേറൊരു വിളയാണ് പിന്നീട് നടുന്നത്. ഈ രീതി കൊണ്ട് രോഗകീടബാധകളെ നിയന്ത്രിക്കുവാനും വിളവ് വർദ്ധിപ്പിക്കുവാനും സാധിക്കുമെന്നാണ് ഇവരുടെ അനുഭവപാഠം. ഒരു കൃഷി 3 മാസമാണ്, 90 ദിവസം. ഈ ബീൻസിന് മാത്രം 70 ദിവസമാണ് വേണ്ടത്. അപ്പം ഒരു കൃഷി 90 ദിവസമാണെങ്കിൽ 3 മാസം 2 കൃഷിയാണ് ഞങ്ങൾ വിളവെടുക്കുന്നത്. അതാണ് ശീതകാല പച്ചക്കറി. അതിന് ഒരു കൃഷി ചെയ്തിട്ട് 15 ദിവസം കഴിഞ്ഞിട്ട് അത് മുളപ്പിച്ച് വരുന്ന സമയത്ത് പെണ്ണുങ്ങളോ ഞങ്ങളോ ചെന്ന് കള ഭരിപ്പിച്ച് അതിനെ ക്ലിയർ ആയിട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഫിഷ് ഓയിൽ അടിച്ചു കൊടുക്കും. അടിച്ചു കൊടുക്കുമ്പോൾ അവൻ ഇച്ചിരി കേരി വരുമ്പോൾ ഈ മണ്ണ് കൂട്ടി ശരിക്ക് പക്വത്തിലേക്ക് കൊണ്ടുവരും. പിന്നെ 90 ദിവസം എന്ന് പറയുന്നത് 80 ദിവസം തൊട്ട് നമുക്ക് 90 ദിവസം വരെ സാധനം പരിച്ചുകൊണ്ടിരിക്കാം. അടിസ്ഥാന വളമായിട്ട് ചാണാവളം കുറച്ച് ഇടും. പിന്നെ ചാണാവളം ഇടാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് അടിവളമായിട്ട് ഫാക്ടംബസ് ഇട്ടിട്ട് പിന്നെ കൃഷി ചെയ്യും. ആ ഫാക്ടംബസ് ഇടുമ്പോഴാണ് ഇതിന്റെ കീടനാശിനികളൊക്കെ ഒന്നുമില്ലാതെ പോകും. അതിനുവേണ്ടിയാണ് ഈ രാജവളം കുറച്ച് ഉപയോഗിക്കുന്നത്. അനുദിനം വളരുന്ന വിപണിയും വ്യവസായവും മുന്നിൽ കണ്ട് ശീതകാല പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന സാധാരണക്കാരുടെ ഗ്രാമമാണ് വട്ടവട. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും കൃഷിക്ക് ആവശ്യമുള്ള വിത്തുകൾ ഇവർ തന്നെ കൊണ്ടുവരുന്നു. അതിനാൽ വിത്തിന് ഭീമമായ തുക നൽകേണ്ടി വരുന്നുണ്ട്. ഇതുമൂലം ഇവിടുത്തെ കൃഷി ലാഭകരമാക്കാൻ കഴിയുന്നില്ലെന്നതാണ് സത്യം. അതുകൊണ്ടാകാം ആദ്യകാലം മുതൽ തന്നെ ഇവർ വിദ്യാഭ്യാസത്തിലും പിന്നിലാണ്. മലമടക്കുകളിലെ വീടുകളിലാണ് കർഷക കുടുംബങ്ങൾ താമസിക്കുന്നത്. സ്വന്തമായിട്ടുള്ള കൃഷികൾക്കിടയിലാണ് വീടുകൾ. അതിനാൽ മുഴുവൻ സമയവും കൃഷിയെ സംരക്ഷിക്കാൻ ഇവർക്കാകുന്നു. സമയമില്ല, സാഹചര്യമില്ല, സാമ്പത്തികമില്ല എന്നൊക്കെ പരിതപിക്കുന്ന നഗരവാസികളെപ്പോലെ പരിഭവം പറയാതെ ഉള്ള സ്ഥലത്ത് അധ്വാനിക്കുകയാണ് ഈ ഗ്രാമവാസികൾ. കൃത്യസമയത്ത് വിളവെടുത്ത് നഷ്ടമായാലും ലാഭമായാലും കിട്ടുന്ന വിലയ്ക്ക് വിൽപ്പന നടത്തുന്നു. യാത്രാ സൗകര്യം കുറവായതിനാൽ ടൗണിലെത്തിച്ച് വിൽപ്പന നടത്തുമ്പോൾ വൻ നഷ്ടമാണ് ഇവർക്കുണ്ടാകുന്നത്. ഈ ഞങ്ങള് വിളവെടുപ്പ് കഴിഞ്ഞാൽ ഈ ഇടനിലക്കാരനാണ് ഞങ്ങളുടെ സാധനം മുഴുവനും മേടിച്ചോണ്ട് പോകുന്നത്. ഇതിനകത്ത് സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഏത് സർക്കാരും ഈ ഓണക്കാലത്തിൽ മാത്രം തന്നെ പച്ചക്കറി സംഭവനം ചെയ്ത് അത് കൊണ്ടുപോയി ഹോർട്ടികോർപ്പിലെയോ പിന്നെ VAPCKയോ മിനിസ്റ്റർ കിറ്റ് കൊടുക്കുന്ന സമയത്തിന് മാത്രം തന്നെ ഇവിടുന്ന് സാധനം സംഘടിച്ച് കൊണ്ടുപോകുന്നത്. പക്ഷെ അത് കഴിഞ്ഞാൽ ആരും, ഏത് മന്ത്രിയും ഏത് ഭരണകാലത്തിലും ആരും വന്ന് ഒരു സാധനവും എടുത്ത് ഇവിടുന്ന് കൊണ്ടുപോയി നമ്മുടെ കേരളത്തിലോട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഞങ്ങള് കൃഷി വിളവെടുപ്പ് വരുന്ന സമയത്ത് എല്ലാവരും എല്ലാ സമയത്തും ചെയ്യാൻ പറ്റിയില്ല. ഓരോരുത്തരും അവന്റെ സ്വന്തം സ്ഥലമായതുകൊണ്ട് അവനവനെ സ്വന്തം സ്ഥലത്തിലേക്ക് കൃഷി ചെയ്യും. അപ്പൊ ഞാൻ 1 മാസത്തിന് മുമ്പ് എടുക്കും, ഇന്നൊരുത്തൻ അതിനെ 1 മാസം കഴിഞ്ഞിട്ട് എടുക്കും. ആ സമയത്ത് ഓണക്കാലങ്ങളിലേക്ക് അവർക്ക് സാധനം കൊടുക്കാൻ പറ്റില്ല, VAPCKയിലെയോ ഹോർട്ടികോർപ്പിലെയോ. അല്ലാത്ത സമയത്ത് വരുന്ന പച്ചക്കറികൾ മുഴുവനും ഇടനിലക്കാരനൊക്കെ കൊടുക്കാനേ പറ്റും.
അവന് ഞങ്ങൾ തട്ടിച്ച് വില കുറവായിട്ട് എടുത്തുകൊണ്ട് പോയി അവൻ കച്ചവടം ചെയ്യും. നീണ്ടുവരുന്ന വള്ളികൾ കാണാം. ഈ വള്ളികളിൽ മുളയ്ക്കുന്ന തൈകളും നടുവാനായി ഉപയോഗിക്കാം. നട്ട് 3 മാസം ആകുന്നതിന് മുമ്പേ പുഷ്പിച്ചു തുടങ്ങും. വട്ടവടയിലൂടെ കടന്നുപോകുന്ന വിനോദസഞ്ചാരികൾക്കാണ് കൂടുതലായും നൽകുന്നത്. നമ്മള് ഈ സ്ട്രോബെറി ഇവിടെ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ വരുന്ന ഗസ്റ്റുകൾക്ക് മാത്രമേ ഉള്ളിൽ കൊടുക്കാറുള്ളൂ. എന്നാ വെച്ചാൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ കൊടുക്കാൻ പറ്റൂല. എന്നാ വെച്ചാൽ അത് റിസ്ക് ആണ്. അവിടെ കിലോയ്ക്ക് നമുക്ക് വില കുറക്കാൻ കിട്ടുന്നത്. നമ്മൾ ഇവിടെ വരുമ്പോ ഫ്രഷ് ആയിട്ട് കൊടുക്കുമ്പോ തന്നെ അവർക്ക് നല്ല സന്തോഷവും വിലയൊന്നും വിചാരിക്കുന്നില്ല. അവര് നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കുന്നു, നല്ല നീറ്റായിട്ട് പഴം. അവിടെ കടയിൽ കൊണ്ടുപോകുമ്പോ പല രീതിയിലുള്ള കച്ചവടക്കാരെ 50 രൂപയ്ക്ക് ചോദിക്കും, 100 രൂപയ്ക്ക് ചോദിക്കും. പിന്നെ നമുക്ക് ഇവിടെ മുതൽ മുടക്കെ ഭയങ്കര. ഇത് പൂനെന്ന് വരുന്നത് തന്നെ ഇവിടെ വരുമ്പോ 22 രൂപയാണ് തൈക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോ നമുക്ക് അവിടെ പോയി കുറച്ച് കൊടുക്കുമ്പോ ഇവിടെ നമുക്ക് മുതലാകില്ല. ഇവിടെ വന്ന് അവർക്ക് ഫ്രഷ് ആയിട്ട് തന്നെ പഴം പറിച്ചു കൊടുക്കുന്നതാണ് നമുക്ക് നല്ലത്. പിന്നെ വെളിയിൽ കൊടുക്കുന്നത് നമുക്ക് നഷ്ടമാണ്. ഈ മുടക്ക് കൂടുതലാണ് ഈ തൈക്ക്. കുറഞ്ഞ ചിലവിൽ സ്ഥിരം വരുമാനം ഉറപ്പിക്കുവാൻ കഴിയുന്ന പഴവർഗ്ഗ വിളയായി സ്ട്രോബെറി മാറിക്കഴിഞ്ഞു. ഇതിൽ പ്രതീക്ഷ വയ്ക്കുന്ന സാധാരണക്കാർ ഏറെയുണ്ട്. പരമ്പരാഗത കൃഷിക്ക് അനുബന്ധമായി ചെറിയ സംരംഭം എന്ന നിലയിലാണ് സ്ട്രോബെറിയുടെ കൃഷി. ഇതിലൂടെ അധിക ആദായം നേടുന്നവരാണ് കൂടുതൽ. വിനോദസഞ്ചാരികളെ മാത്രം ആശ്രയിച്ചാണ് സ്ട്രോബെറി വളരുന്നത്. പഴമായും മൂല്യവർദ്ധിതമാക്കിയും വിൽപ്പന നടത്തുന്നു. ജാം, സ്ക്വാഷ് തുടങ്ങിയവ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നവരുമുണ്ട്. സാധാരണ ദിവസങ്ങളിൽ 1500 രൂപയുടെ വിൽപ്പനയാണ് നടക്കുന്നത്. സീസണിൽ കൂടുതൽ വില കിട്ടും. തോട്ടത്തിൽ നിന്ന് പച്ചക്കറികളും പഴങ്ങളും ഇഷ്ടമനുസരിച്ച് പറിച്ചു നൽകുമ്പോൾ കൂടിയ വില ഉറപ്പാക്കാം. ഇത് സന്തോഷകരമായ ജീവിതത്തിന് സഹായകമാകുന്നുണ്ടെന്ന് ശിവകുമാർ പറഞ്ഞു. ഈ സ്ട്രോബെറി കൃഷി തുടങ്ങി ഇപ്പൊ 40 ദിവസമായി. 40 ദിവസം ആകുമ്പോ 28ാം ദിവസത്തിൽ തന്നെ കായ്ക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പൊ പഴമായി. ഇത് 6-8 മാസം കായ്ക്കും, പിന്നെ 8 മാസം കായ്ക്കൂല. അങ്ങനെയാണ് ഈ കൃഷി രീതി. അങ്ങനെ ആകുമ്പോ നമുക്ക് കൂടുതൽ നഷ്ടമൊന്നും വരില്ല. നമുക്ക് ആദ്യത്തെ തുടക്കം മാത്രം ഇങ്ങനെ ചെലവുള്ളൂ. പിന്നെ വന്ന് നമുക്ക് പഴം പറിച്ച് കൊടുക്കുന്നതാണ് നമുക്ക് ഇത് വന്ന് നല്ല നമുക്കൊന്നും നഷ്ടം വരില്ല, ലാഭമേ വരുള്ളൂ. ഇതിലെന്ന് വെച്ചാൽ ഡെയിലി ഒരു 1000 രൂപ 1500 രൂപ ഡെയിലി നമുക്ക് ഇതിൽ നിന്ന് വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് നല്ല സന്തോഷം തന്നെ, ഒരു കുഴപ്പമില്ല. വിശ്വാസ്യതയിലും ഗുണമേന്മയിലും ഒന്നാമത് നിൽക്കുന്ന പച്ചക്കറികളുടെ ഉൽപാദനം നടക്കുന്നത് വട്ടവടയിലാണ്. സ്വാഭാവികമായ കാലാവസ്ഥയിൽ തന്നെ നഷ്ടമില്ലാത്ത വിളവ് ഉറപ്പാക്കുവാൻ കഴിയും. മറ്റ് പ്രദേശങ്ങളിലേതുപോലെ വളങ്ങൾ കൂടുതലായി നൽകേണ്ടതില്ല. കൂടുതൽ വളങ്ങൾ നൽകുന്നതുകൊണ്ട് വളരെ കൂടിയ വിളവും ഉണ്ടാകുന്നില്ല. ഓരോ സസ്യത്തിന്റെയും വളർച്ചയും ആരോഗ്യവും നോക്കിയാണ് വളങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് ചിലവുകൾ നിയന്ത്രിക്കുവാൻ കർഷകർക്ക് സാധിക്കുന്നു. കൃഷി പരിപോഷിപ്പിക്കുകയും കർഷകരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ മാധ്യമ പ്രസ്താവനകൾ ഉണ്ടാകുമ്പോൾ ചിരിക്കുന്ന കർഷകരാണ് ഇവിടെയുള്ളത്. മാധ്യമ റിപ്പോർട്ടുകൾ ശ്രദ്ധിക്കാതെ സ്വന്തമായ രീതിയിലും കാർഷിക അനുഭവത്തിലും കൃഷി ചെയ്യുമ്പോഴാണ് നല്ല വിളവ് ഉണ്ടാകുന്നത്. ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും കണക്കുകൾ നോക്കി സമയം കളയാതെ ചിലവ് കുറച്ച് കൃഷി നിലനിർത്താനുള്ള വഴികൾ തേടുകയാണിവർ. ജീവിതമാർഗമായി കൃഷി മാത്രമാണ് ഇവരുടെ ഏക ആശ്രയം. ഫാം ടൂറിസം വികസനം നേടുന്നതോടെ കാർഷിക ജീവിത രീതിക്ക് മാറ്റങ്ങളുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. എന്തുവന്നാലും കൃഷിയിൽ നിന്ന് മാറില്ലെന്ന് പറയുന്ന ശാന്തപ്പന്
നഷ്ടങ്ങളൊന്നും തന്നെ കൃഷിയിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങളെ ഈ അപ്പൂപ്പം കാലം തൊട്ട് ഞങ്ങളെ അച്ഛൻ ഞങ്ങളെ പഠിച്ചിട്ട് ഇത് തന്നെ കൃഷിയായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെ ഞങ്ങളുടെ ജീവിതവും കൂടി. അപ്പൊ ഞങ്ങൾക്ക് പുറത്ത് പഠിച്ചിട്ടോ വേറെ എന്തോ ജോലിക്ക് പോകാനും പറ്റുകയില്ല. എന്താന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ കൃഷി ആയതുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം സ്ഥലം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് നേട്ടം മെച്ചം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചെയ്യാതിരിക്കാനും പറ്റുകയില്ല. ഞങ്ങൾ ചെയ്താലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലയാളികൾക്ക് അഭിമാനമായ കാർഷിക പെരുമ നിലനിൽക്കുന്ന വട്ടവടയിലെ ശീതകാല പച്ചക്കറി കൃഷിയും പഴവർഗ്ഗ വിളകളും സംരക്ഷിച്ചു നിർത്താനുള്ള നടപടികൾ സർക്കാർ തലങ്ങളിൽ ഉണ്ടാകണം.